വലിയ വലിയ എഴുത്തുകാർക്കിടയിൽ ബാലനായ ഖിളറും മത്സരത്തിൽ പങ്കെടുത്തു. പ്രായത്തിൽ ചെറുപ്പമെങ്കിലും ഖിളർ നബി അലൈഹിസ്സലാമിന്റെ എഴുത്ത് രാജാവിന് നന്നായി ബോധിച്ചു. രാജാവ് കർഷകനോട് ചോദിച്ചു, ഈ കുട്ടി ഏതാണ്? എന്റെ മകനാണെന്ന് കർഷകൻ മറുപടി പറഞ്ഞു. കർഷകന്റെ മുഖഭാവം രാജാവ് പ്രത്യേകം ശ്രദ്ധിച്ചു. രണ്ടുപേരുടെയും മുഖത്തേക്കു മാറി മാറി നോക്കി. മുഖച്ഛായയും ശരീരപ്രകൃതിയും വെച്ച് നോക്കുമ്പോൾ ഇവർ തമ്മിൽ യാതൊരു സാമ്യവുമില്ല. ഇതൊരിക്കലും ഇയാളുടെ പുത്രനാവാൻ വഴിയില്ല. രാജാവിന്റെ മനസ്സ് മന്ത്രിച്ചു. രാജാവ് കർഷകനെ അടുത്ത് വിളിച്ച് അല്പം ഗൗരവത്തിൽ ചോദിച്ചു, സത്യം പറയണം, ഇതാരുടെ കുട്ടിയാണ്? കളവ് പറഞ്ഞ് നമ്മെ പറ്റിക്കാനാണ് ഭാവമെങ്കിൽ തല ഉടലിൽ കാണില്ല, ഓർമ്മയിരിക്കട്ടെ. രാജാവ് ആക്രോശിച്ചു. രാജാവിന്റെ ഭീഷണി ഫലം കണ്ടു. മടിച്ചാണെങ്കിലും കർഷകൻ സത്യം തുറന്നു പറഞ്ഞു. ആട് മുലയൂട്ടുന്നത് കാണാനായതും കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തിയതുമെല്ലാം അയാൾ ഘട്ടം ഘട്ടമായി വിശദീകരിച്ചു. രാജാവിന്റെ കണ്ണുകൾ സജലങ്ങളായി. സിംഹാസനത്തിൽ നിന്നിറങ്ങി വന്നു ബാലനായ ഖിളറിനെ അദ്ദേഹം ആശ്ലേഷിച്ചു. കുഞ്ഞിനെ പാർപ്പിച്ച ഗുഹ അതീവ രഹസ്യമായി അദ്ദേഹം സന്ദർശിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ചെന്നപ്പോൾ കുഞ്ഞിനെ കണ്ടില്ല. എങ്കിലും മൃഗങ്ങൾ കൊന്നു തിന്നതായിരിക്കും എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്.